എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ മുങ്ങിപ്പോകാറുണ്ടോ? അല്ലെ, മലയാളിയുടെ ഒരു വലിയ പ്രത്യേകത, മനുഷ്യന്റെ പ്രത്യേകതയാണ്. മലയാളിക്ക് അത് ഇത്തിരി കൂടുതലുണ്ട്. എപ്പോഴും മറ്റുള്ളവർ എന്തു പറയും എന്ന് കരുതി ജീവിക്കുന്ന ഒരവസ്ഥ. മറ്റുള്ളവർ എന്ത് അഭിപ്രായപ്പെടും, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ മാറ്റപ്പെടും. ഇത് സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. മറ്റുള്ളവരെ കരുതി നമ്മൾ പലതും ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യാൻ പോയാലും അതിന് മറ്റുള്ളവർക്കൊരു അഭിപ്രായം ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറഞ്ഞു. രണ്ട് പക്ഷങ്ങളുണ്ട്. അമ്മയെ തല്ലിയാലും ഉണ്ട് രണ്ട് പക്ഷം. നന്നായി എന്ന് പറയുന്നവരുണ്ടാവും, മോശമായി എന്ന് പറയുന്നവരുണ്ടാവും. അപ്പോ നന്നായി എന്ന് പറഞ്ഞാലും മോശമായി എന്ന് പറഞ്ഞാലും ഈ തല്ലിയതും കൊണ്ടതും ഈ രണ്ട് വ്യക്തികളാണ്. അവർക്കിടയിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. പക്ഷെ അഭിപ്രായങ്ങൾ മറ്റു പലതും പറയും. ഈ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമുക്ക് സന്തോഷം വരാം, സങ്കടം വരാം. ഈ അഭിപ്രായങ്ങളെ നമ്മൾ എങ്ങനെ കൺസീവ് ചെയ്യുന്നു, എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. അപ്പോ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് നമ്മുടെ ജീവിതത്തിൽ വിലയില്ലേ എന്ന് ചോദിച്ചാൽ വിലയുണ്ട്, നല്ലപോലെ വിലയുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് പറയാനുണ്ടാവും. നമുക്ക് കാഴ്ചയുള്ളത് പോലെ തന്നെ മറ്റൊരാളുടെ നിലയിൽ നിന്നുകൊണ്ട് കാണുന്നതിന് പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളെ നല്ലപോലെ നിരൂപിക്കാനായിട്ട്, ഒരുപക്ഷെ നമ്മളെ നല്ലപോലെ ബോധ്യപ്പെടാനായിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വല്ലാതെ സഹായിക്കാൻ കഴിയും. അതൊക്കെ ശരിയാ. പക്ഷെ ഈ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നമ്മൾ മുങ്ങി പെട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു പ്രധാന തീരുമാനമെടുക്കുന്ന സമയത്ത് നമ്മളെ കുടുംബത്തിലുള്ളവര്, നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ളവര്, അയൽപക്കക്കാര്, കേവലം പരിചയക്കാര്, ഇപ്പൊ നമ്മൾ കടയിലൊക്കെ പോയി, ചായക്കടയിലൊക്കെ പോയി ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ ഒരു വൃന്ദം, ബാർബർ ഷോപ്പിലൊക്കെ ഇങ്ങനെ ഒരു വൃന്ദം ഉണ്ടാവുമല്ലോ. ഈ വൃന്ദത്തിലുള്ള ആളുകളൊക്കെ തന്നെ നമ്മളെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട്, ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയുമ്പോഴും ആ പറച്ചിലിന് വേറൊരു ഒരു അഭിപ്രായം വരികയും ആ അഭിപ്രായത്താൽ നമ്മൾ മൂടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ, അതിന് മുങ്ങിപ്പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാകും. ഇങ്ങനെ മുങ്ങിപ്പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? അഭിപ്രായങ്ങളുടെ മാലപ്പടക്കത്തിൽ ഇപ്പോ ഒരു നല്ല തീരുമാനം എടുക്കുമ്പോൾ കുടുംബത്തിൽ നിന്നും വരുന്ന ആളുകൾ ചിലപ്പോൾ അത് ബ്ലോക്ക് ചെയ്യും. നമ്മളൊരു കച്ചവടം തുടങ്ങാൻ പോവുക, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ പഠനത്തിന് പോവുക, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു പുതിയ പഠനത്തിന് പോവുക, അല്ലെങ്കിൽ പുതിയൊരു യാത്രയ്ക്ക് പോവുക. ഉടനെ എന്തിനാ പോണം, അവിടെ പോയിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല, അങ്ങനെ എടുത്ത തീരുമാനം പോലും ശരിയല്ല എന്നൊക്കെ പറയുന്ന നൂറുകണക്കിന് അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിൽ വരാം. അത് വഴിതിരിച്ചു വിടുകയും ചെയ്യാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം തീരുമാനങ്ങൾ നമ്മളെ സ്വാധീനിച്ചത് നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഈ അപരന്റെ അഭിപ്രായത്തിൽ നമ്മൾ മുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം ഇച്ഛയ്ക്ക് വ്യക്തതയും ഉറപ്പും ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് പോസ്റ്ററിൽ നമ്മൾ കൊടുത്തത്. നമ്മുടെ ഇച്ഛയ്ക്ക് വ്യക്തതയും ഉറപ്പും ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ഇച്ഛ എന്ന് പറയുന്ന വാക്ക് എന്താണ്? ഇച്ഛ എന്ന് പറയുന്നത്, എനിക്ക് ഒരു കാര്യം വേണമെന്ന് തോന്നുന്നു, എനിക്ക് ഭക്ഷണം വേണമെന്ന് തോന്നുന്നു. ഭക്ഷണം വേണമെന്ന് തോന്നുന്നു എന്നുള്ളത് ഭക്ഷണം കാണുമ്പോൾ ഉണ്ടാവുന്ന എന്റെ ശരീരത്തിന്റെ പ്രതികരണമാകാം, ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണമാകാം, അല്ലെങ്കിലോ ഉള്ളിൽ കോശങ്ങളുടെ അകത്തു നിന്നും കലകളിലേക്കും, കലകളിൽ നിന്നും അവയവങ്ങളിലേക്കും, അവയവത്തിൽ നിന്നും എന്നിലേക്കും പകർന്നു വരുന്ന ഒരു ചോദനയുടെ പ്രവാഹമാകാം. അത് എന്റെ ഉള്ളിൽ നിന്നും ഉണർന്നു വരുന്ന ഒന്നാകാം. അത്തരമൊരു ഇച്ഛയുണ്ടെങ്കിൽ ആ ഇച്ഛ സംഭവിച്ചിരിക്കും. അതെങ്ങനെയാ സംഭവിക്കുക? മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കോശങ്ങൾക്ക് ആവശ്യമാണ്. കോശങ്ങൾ അത് എവിടെ നിന്നാണ് സ്വീകരിക്കുക? അതിന്റെ പരിസരത്ത് നിന്ന്. അതിന്റെ പരിസരം എന്ന് പറയുന്നത് എന്താണ്? കോശാന്തര ദ്രവങ്ങളാണ്. കോശാന്തര ദ്രവങ്ങളിൽ നിന്നും വേണ്ടുന്ന പോഷകങ്ങളെ സ്വീകരിക്കും. കോശാന്തര ദ്രവങ്ങൾ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് കലകളിൽ നിന്ന് കിട്ടുന്നു. കലകൾക്ക് കിട്ടുന്ന അവയവങ്ങളിൽ നിന്ന്. അപ്പോ ഈ ഓരോ സ്ഥലത്തേക്കും അത് വേണ്ടത് എന്താണെന്നുള്ളത് അതിന്റെ ഉപരിവ്യവസ്ഥയോട്, അതിന്റെ വെളിയിലുള്ള വ്യവസ്ഥയോട് ചോദിക്കും. കോശം കലയോട് ചോദിക്കും, കല അവയവത്തോട് ചോദിക്കും, അവയവം എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ അതിനെ വിശപ്പെന്നറിയും. വിശന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കും, ഞാൻ ഭക്ഷണം എടുത്ത് കഴിക്കും. അപ്പോ വിശക്കുന്ന സമയത്ത് വിശപ്പ് വരുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ശമിപ്പിക്കാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ എടുത്തു കൊടുക്കും. ഞാൻ എവിടുന്ന് എടുത്തു കൊടുക്കുക? എനിക്ക് ചുറ്റുമുള്ള കോശത്തിന്റെ ചുറ്റും കോശാന്തര ദ്രവങ്ങളും മുഴുവൻ കലകളിലുള്ളതുപോലെ എനിക്ക് ചുറ്റും
ഈ ഭൂമി എന്ന പ്രകൃതി എന്ന ഒരു ദ്രവം ഇവിടെയുണ്ട്. ആ ദ്രവത്തിന്റെ അകത്താണ് ഞാൻ ജീവിക്കുന്നത്. അതിനെ നമ്മൾ കേവലം പ്രകൃതി എന്ന് മാത്രം വിളിക്കുക, അല്ലെങ്കിൽ ഭൂമി എന്ന് മാത്രം വിളിക്കുക. അപ്പോ പ്രകൃതിയിലേക്ക് ഞാൻ ആ ഇച്ഛ മുൻപോട്ട് വെച്ചാൽ, ഭക്ഷണം വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഭക്ഷണം എടുത്ത് കഴിച്ചതുപോലെ എന്റെ ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്നതെടുത്ത് തരാൻ പ്രകൃതി തയ്യാറാവും. ഞാൻ എന്താ ആഗ്രഹിക്കുന്നു അത് സംഭവിക്കും. അതിനൊരു നല്ല ഉദാഹരണം ഉണ്ട്. നിങ്ങളുടെ പരിചയത്തിൽ നല്ല കുടിയന്മാരുണ്ടാവും അല്ലേ? കുടിയന്മാരുടെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ കുടി നടക്കും. കാരണം എന്താ? ഈ കുടി എന്നുള്ളതിന്റെ ഇച്ഛ പുറപ്പെടുന്നത് ഉള്ളിൽ നിന്നാണ്. ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെ പുറപ്പെടും. ഉള്ളിൽ നിന്നും പുറപ്പെട്ടു കഴിയുമ്പോൾ അത് കോശങ്ങളിൽ നിന്നും കലകളിലേക്കും, കലകളിൽ നിന്നും അവയവത്തിലേക്കും, അവയിൽ നിന്നും വ്യക്തിയിലേക്കും, വ്യക്തിയിൽ നിന്നും അവന്റെ സമൂഹത്തിലേക്കും അത് ചെന്നു ചേരുമ്പോൾ അവന്റെ സമൂഹത്തിൽ നിന്ന് ഇത് ഫില്ല് ചെയ്യാനുള്ളത്, ഈ കുറവ്, അയാളുടെ ആഗ്രഹം എന്ന ശൂന്യതയെ നികത്താൻ വേണ്ടിയുള്ള ഒരു ദാനം പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ അവന്റെ പശ്ചാത്തലത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഉണ്ടാകും. അത് പ്രകൃതി നിയമമാണ്. നിങ്ങൾ ഒരു ഭാഗത്ത് വാക്വം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള പ്രഷർ കൊണ്ട് അവിടുത്തെ വാക്വത്തിലേക്ക് വായുവോ വെള്ളമോ എന്താണെന്ന് വെച്ചാൽ അകത്തേക്ക് കയറും. ഈ രീതിയിലാണ് ക്വസ്റ്റോഡുകൾ പ്രവർത്തിക്കുന്നത്. ക്വസ്റ്റ് എന്ന് വെച്ചാൽ അർത്ഥനാകണങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ചുറ്റും നമ്മളെ എന്താണോ വെളിപ്പെടുത്തുന്നത് അതാണ് ഇച്ഛ എന്ന് പറയുന്നത്. നമ്മുടെ അകത്തു നിന്നും വരുന്നതാണ് ഇച്ഛ. ഇച്ഛയ്ക്ക് വേറൊരു രൂപമുണ്ട് കേട്ടോ. ഇച്ഛയ്ക്ക് നമുക്ക് ഭാവന ചെയ്തു തരാം. നമ്മൾ ഉച്ചയാകുമ്പോൾ വിശക്കുന്നോ എന്നൊരാളോട് ചോദിച്ചാൽ, നമുക്ക് ഭക്ഷണം കഴിച്ചാലും ചോദിച്ചാൽ ഉടനെ അയാൾ വാച്ചിലേക്ക് നോക്കും. അയാളുടെ വിശപ്പ് വരുന്നത് ക്ലോക്ക് നോക്കിയിട്ടാ. വേറെ എന്നിട്ട് ഇപ്പൊ മസാലദോശയുടെ മണം വന്നു, കഴിക്കാൻ കൊതി തോന്നും. അപ്പോൾ അത് ശരീരത്തിന്റെ പ്രവർത്തനമാണ്. നമുക്ക് മസാലദോശ കണ്ടു, അല്ലെങ്കിൽ മസാലദോശയുടെ മണം വന്നു, ഉടനെ തന്നെ നമ്മുടെ ശരീരം ആ ഒരു മസാലദോശ എന്നുള്ള ആ വസ്തുവിനോട് അല്ലെങ്കിൽ ആ ദ്രവ്യത്തോട് അഭിമുഖമാകുന്ന ഒരവസ്ഥ. ആ മണം കിട്ടുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ എൻഡോക്രൈൻ സിസ്റ്റം ഒക്കെ പ്രവർത്തിച്ച് അത് മസാലദോശയെ സ്വീകരിക്കാൻ പാകത്തിൽ നമ്മളങ്ങ് തുറന്നു വെക്കും. ഉടനെ നമ്മുടെ വായിക്കൂടെ വെള്ളം വരുന്നു, നമുക്ക് പോയി തിന്നാം. ഇപ്പൊ വഴിക്കൂടെ യാത്ര ചെയ്യുമ്പോൾ വല്ല പരിപ്പോട മറ്റേ വറുത്തെടുക്കുന്ന മണം വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ. നമ്മൾ ഉടനെ പോയിട്ട് അത് വാങ്ങിച്ച് തിന്നാൻ നമുക്ക് തോന്നും. ചിലപ്പോൾ തിന്നണമെന്നൊന്നുമില്ല, നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് വളരെയധികം കൺസേൺ ആണ്, തിന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് തിന്നാൻ തോന്നും. അപ്പൊ ഉള്ളിൽ നിന്നും ഈ ചോദന വരുമ്പോൾ അത് നമ്മൾ വെളിയിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ സംഭവിക്കുന്നതിന്റെ ആ കൊടുക്കുന്ന, വെളിയിലേക്ക് കൊടുക്കുന്ന ആ ഒന്നിനെയാണ്, വെളിയിലേക്ക് പ്രവഹിക്കുന്ന ആ ഊർജത്തെയാണ് ഇച്ഛ എന്ന് പറയുന്നത്. ഞാൻ എന്തിച്ഛിക്കുന്നു അത് എന്റെ മുകളിൽ സംഭവിക്കും. ഇച്ഛ എന്നുള്ളതിന് കൃത്യമായിട്ട് രൂപങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ നമ്മള് മസാലദോശ എന്ന് പറയുന്നത്, ഇപ്പൊ എന്തെങ്കിലും കഴിക്കണം, വിശപ്പ് വന്നു, എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതിനേക്കാളും കൂടുതൽ മസാലദോശ കഴിക്കണം എന്നുള്ള തോന്നലാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ മസാലദോശയുടെ പോഷകങ്ങളോടുള്ള താല്പര്യമായിരിക്കാം, എന്റെ മനസ്സിലെ ചില ബിംബങ്ങളോടുള്ള വിധേയത്വമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കൊണ്ട് മസാലദോശ എന്നുള്ള ഒരു സംഭവത്തെ ഞാൻ മനസ്സിൽ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ഇച്ഛിച്ചു കഴിഞ്ഞാൽ പൊറോട്ട വരില്ല ആ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ബീഫോ ചിക്കൻ കറിയോ ഒന്നും വരില്ല. അവിടേക്ക് മസാലദോശ തന്നെ വരും. അതുകൊണ്ടാണ് കുടിയന്മാർക്ക് കുടി തന്നെ കിട്ടുന്നത്, പ്രണയിതാക്കൾക്ക് അത്തരത്തിലുള്ള പ്രണയങ്ങൾ തന്നെ കിട്ടുന്നത്, പ്രശ്നങ്ങളെ കാക്ഷിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ തന്നെ വരുന്നത്, സംശയിക്കുന്നവർക്ക്, തന്റെ ഇണയെ സംശയിക്കുന്നവർക്ക് ഇണയുടെ സംശയത്തിന് കാരണമാകുന്ന പല പല അനുഭവങ്ങളും ഉണ്ടാകുന്നത്. എന്റെ കൂടെയുള്ള ആള്, അല്ലെങ്കിൽ എന്റെ സബോർഡിനേറ്റ്, അല്ലെങ്കിൽ എന്റെ ഇണ, അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് തെറ്റേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് അയാൾ തെറ്റുകൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇച്ഛിക്കുന്നതാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. അതിന് കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ വ്യവസ്ഥാതലങ്ങൾ, കൂടുകൾക്കകത്ത് കൂടുകളായിട്ടുള്ള വിന്യാസത്തെ കുറിച്ച് നിങ്ങളെ പലർക്കും അറിയുമായിരിക്കാം, പുതിയതായി വന്ന ആളുകൾക്ക് അറിയില്ലായിരിക്കാം. പ്രപഞ്ചം എന്ന വലിയ കൂടിനകത്താണ് മിൽക്കി വേ എന്ന ഗാലക്സി. ആ ഗാലക്സി എന്ന് പറയുന്നത് ഒരു കൂടാണ്. അതിനകത്താണ് സൗരയൂഥം എന്ന കൂട്. സൗരയൂഥം എന്ന കൂടിനകത്താണ് ഭൂമി എന്ന കൂട്. ഭൂമി എന്ന കൂടിനകത്താണ് ജീവരാശി എന്ന കൂട്. അതിനകത്താണ് മനുഷ്യരാശി എന്ന കൂട്. മനുഷ്യരാശിക്കകത്താണ് മനുഷ്യ സമൂഹം ആകുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഈ പ്രദേശത്തെ സമൂഹം അല്ലെങ്കിൽ ആ പ്രദേശത്തെ സമൂഹമൊക്കെ ഉണ്ടാവുന്നത്. അതിനകത്ത് ആണ് നിങ്ങളുടെ കുടുംബം എന്ന കൂട്. ആ കുടുംബം എന്ന കൂടിനകത്താണ് നിങ്ങൾ എന്ന കൂട്. നിങ്ങൾ എന്ന കൂടിനകത്താണ് നിങ്ങളുടെ അവയവങ്ങളാകുന്ന കൂടുകൾ. അവയവങ്ങൾ എന്ന കൂടിനകത്താണ് കലകൾ എന്ന കൂടുകൾ. കലകൾക്കകത്താണ് കോശങ്ങൾ. കോശങ്ങൾക്കകത്താണ് കോശ ഘടകങ്ങൾ. അവിടെയാണ് തന്മാത്രകൾ. ആ തന്മാത്രകളാകുന്ന കൂടിനകത്താണ് അണുക്കൾ. അതിനകത്താണ് സബാറ്റോമിക കണങ്ങൾ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഒക്കെ. അതിനകത്തേക്ക് പോകുമ്പോഴാണ് ക്വാക്കുകൾ കാണുന്നത്. അതിനുമകത്തേക്ക് പോകുമ്പോൾ ഊർജം. ആ ഊർജത്തിനും അകത്തേക്ക് പോകുമ്പോൾ എന്താണ്?
ബോധമെന്ന് അതിനെ അറിഞ്ഞവർ പറയും, അറിയാത്തവർ അതിനകത്തൊന്നുമില്ലെന്നും പറയും. അപ്പൊ ഈ കൂടുകൾക്കകത്ത് ഇങ്ങനെ കൂടുകളായി നിൽക്കുന്ന ഒരു വലിയ വിന്യാസ വ്യവസ്ഥയിൽ ഇതൊരൊറ്റ ശരീരമാണ്. ഈ ഒറ്റ ശരീരത്തിൽ ഇച്ഛയാണ് നമ്മുടെ ഉപരിവ്യവസ്ഥയുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ഇച്ഛ എന്ന് പറയുന്ന ഒരു ചോദനയാണ് നമ്മളെ ഉപരിവ്യവസ്ഥയായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോ ഞാൻ ആഗ്രഹിച്ചാൽ അത് മുൻപിലേക്ക് വരും. ഞാൻ എങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ വരും. മസാല ദോശ എന്ന് ആഗ്രഹിക്കുമ്പോൾ മസാല ദോശ എന്ന് വരും. ബ്രാൻഡീന്ന് ആലോചിക്കുമ്പോൾ ബ്രാൻഡീന്ന് വരും. നല്ല മധുര പായസമാണ് വേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ അത് വരും. അപ്പൊ ഭക്ഷണത്തോടുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രാഥമികമായിട്ടുണ്ടാവുന്നത്. പണത്തെ ആഗ്രഹിക്കുന്നവർക്ക് പണം വരും, കുഴപ്പം ആഗ്രഹിക്കുന്നവർക്ക് കുഴപ്പം വരും. അപ്പൊ എന്താഗ്രഹിക്കുന്നു? ആഗ്രഹത്തെ ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സ് കൊണ്ടാണ്, നമ്മുടെ ഭാവന കൊണ്ടാണ്. അങ്ങനെ നമ്മൾ എന്ത് ഷെയ്പ്പ് ചെയ്യുന്നതിനനുസരിച്ച് വരും. എന്റെ ജീവിതത്തിൽ എപ്പോഴും കുഴപ്പങ്ങളാണ് ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എന്റെ വിചാരം എത്ര ആവർത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് സംഭവിക്കും. അതാണ് ഇച്ഛയുടെ പ്രത്യേകത. ഇച്ഛ എന്നുള്ളതിന് നമ്മൾ ഇന്റൻഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഞാൻ എന്ത് ഇന്റന്റ് ചെയ്യുന്നോ അത് സംഭവിക്കും. അപ്പോൾ എന്റെ ഇച്ഛകൾക്കനുസരിച്ച് അത് മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഇച്ഛ എന്നെക്കുറിച്ചാണെങ്കിൽ എനിക്ക് സംഭവിക്കും. എന്റെ ഇച്ഛ എന്റെ ഇണയെക്കുറിച്ചാണെങ്കിൽ എന്റെ ഇണയ്ക്ക് അബദ്ധം പറ്റുമെന്നാണ് ഞാൻ ആവർത്തിച്ച് ചിന്തിക്കുന്നതെങ്കിൽ ആ ഇച്ഛയുടെ ദൃഷ്ടി കൊണ്ട് നിങ്ങൾ അതിനെ കാണുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് പെർഫോം ചെയ്യുക. ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഫിസിക്സിൽ ഒരു പരീക്ഷണമുണ്ട്. പ്രകാശരശ്മികൾ 2 സ്ലിറ്റിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് തരംഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേസമയം നമ്മൾ അതിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അതിനെ ബാൻഡുകളായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയാണ്. ഇത് ഇലക്ട്രോണുകളിൽ പരീക്ഷിക്കുന്ന സമയത്ത് ഇലക്ട്രോണുകൾക്ക് തന്നെ നിരീക്ഷകൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ആരെങ്കിലും നിരീക്ഷിക്കുന്ന സമയത്ത് അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരികയും നിരീക്ഷിക്കാത്ത സമയത്ത് അത് സ്വാഭാവികമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ ബോധപൂർവം ഒന്നിനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ നിരീക്ഷണത്തിനനുസരിച്ച് അതിന്റെ പ്രവർത്തന സ്വഭാവത്തിൽ മാറ്റം വരും. ഇത് തന്നെയാണ് ഇച്ഛയിൽ ഉണ്ടാവുന്നത്. ഞാൻ എങ്ങനെയാണോ ഇച്ഛിക്കുന്നതനുസരിച്ച് എന്നിൽ മാറ്റം വരും. ഇച്ഛിക്കുന്നതനുസരിച്ച് എന്റെ അനുഭവത്തിൽ മാറ്റം വരും. ഞാൻ എന്റെ ഇണയെ ഏത് ഇച്ഛയോടുകൂടി, ഇച്ഛയ്ക്ക് കാരണമാകുന്നത് അതിന്റെ ഭാവനകളാണെന്ന് പറഞ്ഞു. ഇച്ഛ ഉള്ളിൽ നിന്നും വരുന്നതാണെങ്കിലും അതിനെ ഷെയ്പ്പ് ചെയ്യുന്നത് എന്റെ ഭാവനകളാണ്. ആ ഭാവന കൊണ്ട് ഞാൻ അതിനെ നിരീക്ഷിച്ചാൽ ആ ഭാവനയ്ക്ക് അനുസൃതം അതിവിടെ ഉണ്ടാവും. എനിക്ക് അസുഖങ്ങളുള്ള ഒരാളാണ്, നിരന്തരം അസുഖങ്ങൾ വരുന്ന ഒരാളാണ്. അസുഖത്തിന് ഇത്രയേറെ കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച് വിഭാവനം ചെയ്ത് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് അസുഖങ്ങൾ വരും. അതുകൊണ്ടാണ് നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റുകൾ ചെയ്യരുതെന്ന് പറഞ്ഞത്. മെഡിക്കൽ ടെസ്റ്റുകൾ നിങ്ങളുടെ വിഭാവനങ്ങളാണ്. നിങ്ങൾ എന്തിനെ വിഭാവനം ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഷുഗർ വരും. അപ്പോ നമ്മൾ ഈ ഭാവനകളുടെ അവസ്ഥയാണ് നമ്മൾ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ആ ഇന്റൻഷനെ ശരിയാം വിധം ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വരുന്നത്. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. എന്റെ ഇച്ഛയാണ് എന്റെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്നത്. എന്റെ ഇച്ഛയാലുള്ള ദർശനം, വീക്ഷണം, അത് ഞാൻ എന്റെ ഇണയുടെ മുകളിൽ ചെലുത്തുന്നു. അയാൾക്ക് അബദ്ധം പറ്റും എന്ന് ഞാൻ വിചാരിക്കും. എനിക്കൊരു കുഞ്ഞുണ്ട്, കുഞ്ഞ് വീഴും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുഞ്ഞ് വീഴും എന്നുള്ളത് വിചാരമല്ല, ചിന്തയല്ല, എന്റെ ഉള്ളിൽ നിന്നും വരുന്ന ആന്തലാണ്, എന്റെ ഉള്ളിൽ നിന്നും വരുന്ന ഭയമാണ്. എന്റെ കുഞ്ഞ് വീഴും. ഞാന് കേരളത്തിനകത്ത് പട്ടിപ്പേടിയെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോയും പത്രവാർത്തയൊക്കെ വന്നിരുന്നല്ലോ. അപ്പൊ പട്ടി എന്നുള്ളത് കുട്ടികളെ കടിക്കാൻ വേണ്ടി പടച്ചോൻ ഉണ്ടാക്കി വെച്ചതാണെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കാണാറുണ്ട്. കേരളത്തിന്റെ അതിര് കഴിഞ്ഞ് വടക്കോട്ട് പോയാൽ, ഞാൻ ആകെ നേപ്പാൾ വരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഈ നേപ്പാളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പലയിടങ്ങളിലും അവിടെ ഒരുപാട് പട്ടികളെ കണ്ടിട്ടുണ്ട്. ചെറിയ പട്ടികളൊന്നല്ല, ഇവിടുത്തെ ചൊക്ലിപ്പട്ടി ഒന്നല്ല, അല്ല ഒന്നാമത്തെ സൈസുള്ള സാധനം. എവിടെ പോയാലും കാണാൻ പട്ടികളെ. ഈ പട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവരെ കാണുമ്പോൾ തോന്നുന്നത് മോനെ എന്ന് വിളിക്കാനാണ്. ഞാൻ ആ ഭാവനയിലാണ് നോക്കുക. എന്റെ യാത്രകളിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും ഏതാണ്ട് ഇതേ സ്വഭാവക്കാരാണ്. ഞാൻ എവിടെ പോകുമ്പോഴും, ഒരിക്കൽ നേപ്പാളിലെ തെരുവുകളുടെ അകത്തുകൂടെ രാത്രി, അവിടെ ഒരു ബന്ധിന്റെ ഒക്കെ സമയത്ത് രാത്രി 11 മണിക്ക് തെരുവുകളിൽ കൂടെ ഒരു 13 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. എല്ലാ തെരുവ് മൂലകളിലും ഇഷ്ടംപോലെ പട്ടികളുണ്ട്. അതിലെ പോകുമ്പോൾ പട്ടികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒന്ന് മണപ്പിച്ചിട്ട് പോകും. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നൊന്ന് വെറുതെ ഒന്ന് മൂളിയൊക്കെ കാണിക്കും, അല്ലെങ്കിൽ കോട്ടുവായിട്ട് കാണിക്കും. ഒരു പട്ടിയും ശല്യം ചെയ്തില്ല. ഒരു പട്ടിക്കും ഒരു പ്രശ്നവും കാണിച്ചു തരാൻ തോന്നിയില്ല. പല പട്ടികളും നമ്മളോട് ഭയങ്കര സൗഹൃദത്തിലായിരുന്നു. പല പട്ടികളും, മിക്കവാറും എല്ലാ പട്ടികളും. ചില പട്ടികൾ കാൽക്കൽ നിന്നും മാറാതെ നിന്നു. കേരളത്തിൽ ഞാനെവിടെ പോകുമ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പട്ടിയും എന്നെ കടിച്ചിട്ടില്ല, ഒരു പട്ടി എന്നെ ഓടിച്ചിട്ടില്ല. എവിടെ ചെല്ലുമ്പോഴും
ഇപ്പൊ വർഗീസേട്ടൻ ഗംഭീരമായിട്ട് കടിക്കാൻ വരുന്ന ഏതെങ്കിലും പട്ടിയുണ്ട്, ഞങ്ങൾ മൂന്നാറിലെ ക്യാമ്പിൽ പോകുന്ന സമയത്ത് അവിടെ വമ്പനൊരു പട്ടിയുണ്ട്. വർഗീസേട്ടൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് തന്നെ അതിന്റെ അടുത്തേക്ക് പോയി അതിന്റെ വായിലാണ് കൈ വെച്ച് കൊടുത്തത്. അത് കടിച്ചില്ല. എന്തുകൊണ്ടാ? മോനെ എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്തത്. അപ്പോ നമ്മൾ അതിനെ, പട്ടിയെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചാണ് പട്ടിയുടെ ബിഹേവിയർ. അതായത് നമ്മുടെ പ്രകട മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിമനസ്സ്, അതായത് നമ്മൾക്ക് അനുഭവമായി വരുന്ന നമ്മുടെ മനസ്സിന്റെ തലം പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അതിനെ ഷെയ്പ്പ് ചെയ്തത് അതിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ സ്വേച്ഛ എന്ന് പറയുന്നത്. സ്വന്തം ഇച്ഛ, സ്വേച്ഛ. അപ്പൊ ഞാൻ എന്തിച്ഛിക്കുന്നു അതിനനുസരിച്ച് അത് പ്രവർത്തിക്കും. അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് സ്വേച്ഛ. ഇനി അടുത്ത പാർട്ട്, ഞാൻ എന്തു വിചാരിക്കുന്നു. എന്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നു, കുഞ്ഞിന് പട്ടികടി കിട്ടുമെന്ന് വിചാരിക്കുന്നു, കുഞ്ഞിന് പട്ടി കടിക്കുന്നു. കുഞ്ഞിന് വീഴ്ച ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കുഞ്ഞിന് വീഴ്ച വരുന്നു. കുഞ്ഞിന് അസുഖം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, കുഞ്ഞിന് അസുഖം വരുന്നു. അപ്പോ കുഞ്ഞിന്റെ മുകളിൽ കുഞ്ഞിന്റെ ഇച്ഛ ഉണ്ടല്ലോ. കുഞ്ഞിന് എന്താ ഇച്ഛ ഉണ്ടാവുക? പട്ടി കടിക്കരുതെന്നുള്ള ഇച്ഛ ഉണ്ടാവും. അച്ഛനമ്മയും പറയുന്നതാണ് അവന്റെ ഇച്ഛ. കുഞ്ഞിന് അസുഖം വരരുതുണ്ടാവും? ഇല്ല. വരണമെന്നോ വരണ്ടെന്നോ ഉണ്ടാവില്ല. അവർക്ക് പ്രത്യേകിച്ച് ഇച്ഛയൊന്നും ഉണ്ടാവില്ല. അപ്പോ നമ്മുടെ ഇച്ഛ എന്താണോ അതാണ് കുഞ്ഞിൽ പ്രവർത്തിക്കുക. ഇണയിലാണെങ്കിലോ, ഇവിടെ ഇണകൾക്കിടയിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് ഒരാൾ സംശയിച്ചു കഴിഞ്ഞാൽ സംശയം പ്രവർത്തിക്കും. നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുകയാണ്. സമൂഹത്തിലേക്ക് നോക്കിയാൽ സമൂഹം ഇങ്ങനെയാണ് പ്രവർത്തിക്കുക. സമൂഹം ദുരിതപൂർണമാണെന്ന് നമ്മൾ വിചാരിച്ചാൽ ആ വിചാരം നമ്മുടെ ഇച്ഛയായിട്ട് പുറത്തേക്ക് പോയാൽ അത് സംഭവിക്കും. ഇതിനെയാണ് ഇച്ഛ എന്ന് പറയുന്നത്, സ്വേച്ഛ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ വിചാരിച്ചാൽ മറ്റൊന്നിലും പ്രവർത്തന മാറ്റം ഉണ്ടാകും എന്നതാണല്ലോ സ്വേച്ഛ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ മറ്റൊരാളുടെ അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ എന്റെ ഇണയായിക്കോട്ടെ, മകനായിക്കോട്ടെ, അയാളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്കൂ. അയാൾക്ക് കിട്ടുന്ന ഇച്ഛ, എന്നിൽ നിന്നും പുറപ്പെടുന്ന ഇച്ഛയുണ്ടല്ലോ, അയാൾക്ക് കിട്ടുമ്പോ അത് ആരുടെ ഇച്ഛയാണ്? അയാളുടെ ഇച്ഛയാണോ? അല്ല. അത് എന്റെ, എന്ന് വെച്ചാൽ മറ്റൊരാളുടെ, പരന്റെ, വേറൊരാളുടെ, ദൂരെയുള്ള ഒരാളുടെ ഇച്ഛയാണ്. അതിലാണ് പരേച്ഛ എന്ന് പറയുക. പരേച്ഛ. ഞാനൊരു ചെറിയ ബിസിനസ് തുടങ്ങി. അത് ചെറിയ കാലത്ത് തന്നെയാണ് തുടങ്ങുന്നത്. ആ ചെറിയ കാലത്ത് തന്നെ അതങ്ങ് പരാജയപ്പെട്ടു. പരാജയപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോ അത് കണ്ടു നിന്ന ആളുകൾ പറഞ്ഞു, ഓ അത് പരാജയപ്പെട്ടു. അപ്പോ ഇയാളത് ചെയ്താൽ പരാജയപ്പെടും എന്ന ഒരു പ്രവർത്തനപരമായ വിന്യാസം, ഒരു വർക്കിംഗ് പാറ്റേൺ, നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു പാറ്റേൺ അവർക്ക് ബോധ്യമായി. അപ്പോ അതിനുശേഷം നമ്മൾ വീണ്ടും അവരുടെ മുന്നിൽ അതേപോലെ തന്നെ ആദ്യം മുതൽ ഈ പ്രവർത്തനങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് പുതിയ രണ്ടാമതൊരു പരിപാടി തുടങ്ങുകയാണ്. ഇവരുടെ ഉള്ളിലോ ഈ പാറ്റേൺ അവിടെ നിൽക്കുന്നുണ്ട്. അത് 50 പേര് കണ്ടിട്ടുണ്ട്. 50 പേരുടെയും വിചാരങ്ങൾ അവിടെ പ്രവർത്തിക്കും. ഈ 50 പേരുടെയും വിചാരങ്ങളുടെ ഷേപ്പിംഗ് അവിടെ സംഭവിക്കും. ഈ 50 പേരുടെയും സ്വാധീനം ആ പ്രവർത്തനത്തിൽ ഉണ്ടാവും. വീണ്ടും പരാജയമായിരിക്കും ഫലം. എന്നിട്ടും ഇത്രയേറെ ഈ എന്താ പറയുക, കണ്ണേർ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരുപാട് കണ്ണേറുകൾ ഉണ്ടായിട്ടും ചിലര് ഇതിനും അപ്പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് സ്വേച്ഛയുണ്ട്, അയാൾക്ക് ചുറ്റും കുറെ പരേച്ഛകളുണ്ട്. അതായത് അന്യൻ ഇയാളെ കുറിച്ച് ഇച്ഛിക്കുന്നത്, മറ്റുള്ളവർ ഇയാളെ കുറിച്ച് ഇന്റന്റ് ചെയ്യുന്നതുണ്ട്. ഇയാളുടെ സ്വേച്ഛ എന്ന് പറയുന്നത് അവർ നൽകുന്ന പരേച്ഛകളുടെ ആകത്തുകയേക്കാളും കൂടുതലാണ്. പിന്നെന്താണ് വിജയിക്കുക? ഈ സ്വേച്ഛയാണ് വിജയിക്കുക. നമ്മുടെ സ്വേച്ഛ എന്ന് പറയുന്നത് അപരന്മാർ തരുന്ന ഇച്ഛകളെക്കാളും ബലഹീനമാണെങ്കിൽ അവരുടെ ഇച്ഛയാണ് വിജയിക്കുക. പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ, നമ്മളൊരു കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നു, ഇത് പോകുമ്പോൾ ആരെങ്കിലും എനിക്ക് ബ്ലോക്ക് പറയാൻ സാധ്യതയുണ്ട് എന്ന് ആണ് എന്റെ ഉള്ളിലെങ്കിൽ, ഞാൻ അതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കുടുംബത്തിലുള്ളവരോ സുഹൃത്തുക്കളോ ആരെങ്കിലും വന്ന് ഇതിനൊരു ബ്ലോക്ക് പറയും, കൗണ്ടർ ചെയ്യും. കാരണം ഞാനിത് ഇൻവൈറ്റ് ചെയ്യാണ്. ഞാൻ എന്റെ ഉള്ളിൽ നിന്നും അത് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ പുറത്തേക്ക് പോകുന്നത് എന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയെ മറികടക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ ശക്തമായ ഇച്ഛ ഉണ്ടായിരിക്കണം. എന്റെ ഉള്ളിൽ ശക്തമായ ഇച്ഛയുണ്ടെങ്കിൽ, ആ ഇച്ഛ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെയാ വേണ്ടത്? ഒന്ന്, ഇത് ചെയ്താൽ സംഭവിക്കും. അപ്പോ സാമ്പാർ ഉണ്ടാക്കാൻ ഞാൻ ഒരുങ്ങിയാൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ ഉണ്ടാകും എന്ന് എനിക്കറിയണം. സാമ്പാർ ഉണ്ടാക്കിയാൽ സാമ്പാർ ഉണ്ടാകുമോ, സാമ്പാർ തന്നെ ആയിത്തീരുമോ എന്ന് ഞാൻ
കരുതിയിട്ടാണ് സാമ്പാർ വെക്കുന്നതെങ്കിൽ സാമ്പാർ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് കുറുമയായിട്ട് മാറും. പലരും അടുക്കളയിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവമാണല്ലോ. പ്രത്യേകിച്ചും ഈ അമ്മമാരിൽ നിന്നും പഠിച്ചു വന്നിട്ടുള്ളവരല്ലാതെ ഈ ഹോസ്റ്റലിൽ നിന്നിട്ട് പാചകം പഠിച്ചിട്ടുള്ള ആളുകൾ, അവർ പാചകം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ആണുങ്ങളൊക്കെ സാമ്പാർ ഉണ്ടാക്കിയ കുറുമയാവും, കുറുമ ഉണ്ടാക്കിയ രസമാവും. അതെന്താ? നമുക്കത് ഉണ്ടാക്കാൻ അറിയുമെന്ന അറിവ് നമുക്കില്ല. അപ്പോ സ്വന്തം ഇച്ഛയ്ക്ക് വ്യക്തത വേണം, ഇതാണ് വേണ്ടത് എന്നുള്ള വ്യക്തത വേണം, അതിന് ഉറപ്പ് വേണം. ആ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തും, ഉറപ്പില്ലെങ്കിൽ നമ്മൾ അതിലെത്തില്ല. പകരം അതിനെ ആരെല്ലാം നിരീക്ഷിക്കുന്നുവോ, ആരെല്ലാം അതിനെ സ്വാധീനിക്കുന്നു, ആരെല്ലാം അതിൽ അഭിപ്രായം പറയുന്നുവോ, അഭിപ്രായം വായ കൊണ്ട് പറയണമെന്നില്ല, അവരതിനെ വിഷ്വലൈസ് ചെയ്യുന്നുവോ, അത് സംഭവിക്കും. അതുകൊണ്ടാണ് ഈ പഴയ കാലത്തൊക്കെ ഈ നാട്ടിൽ ഇതുപോലെ ചെറിയ കൊച്ചു പരിപാടികളൊക്കെ ചെയ്തിട്ട് വിജയിക്കാത്ത ചില ആളുകളെ കാരണവന്മാരാരെങ്കിലും വിളിക്കും, നീ ഇങ്ങോട്ട് ബാ. പണ്ടത്തെ കഥയാണ് പറയട്ടെ, ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടാവും, പണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള, നീ കേട്ടോ, നീ ഇവിടെ നിന്നാ ഗുണപ്പെടാൻ പോകുന്നില്ല, ഞാൻ കുറച്ച് പൈസ തരാം, നീ പോയി നീ മുംബൈയിലേക്ക് പൊക്കോ, അല്ലെങ്കിൽ നീ മദ്രാസിലേക്ക് പൊക്കോ, പോയിട്ട് അവിടെ എന്തെങ്കിലും ചെറിയ പണിയെടുത്ത് ജീവിക്കുക, അല്ലെങ്കിൽ ഈ നാട്ടുകാർ നിന്നെ ജീവിക്കാൻ വിടില്ല എന്നിട്ട് കുറച്ച് പൈസ എടുത്ത് അവൻ പറഞ്ഞു വിടും. നമ്മൾ നാടകങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇവൻ അവിടെ പോകുന്നു, അവിടെ ചെല്ലുമ്പോൾ ഇവനെ പരിചയമുള്ള ഒരാളും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവന്റെ അഭിമാനത്തിന് ഒരു പ്രശ്നമില്ല, ഇവൻ അവിടെ എന്തും പണിയെടുക്കും, ഗ്ലാസ് കഴുകാൻ പോകും. ആ കിട്ടുന്ന തുകയിൽ നിന്നും ചെറിയ തുക മാറ്റി വെച്ചിട്ട് ബാക്കി ചെലവുകളൊക്കെ നടത്തി അവരിങ്ങനെ ജീവിച്ചു പോകും. ഇങ്ങനെ 4-5 കൊല്ലം കഴിയുന്ന സമയത്ത് അവൻ അവിടെ ഒരു ചെറിയൊരു ബന്ധമുണ്ടാവും. അപ്പോൾ നല്ലപോലെ അധ്വാനിക്കുന്ന ഒരുത്തൻ, നല്ലൊരു വ്യക്തി എന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടാവും. ആ കാഴ്ചപ്പാടിലൂടെ അവൻ വളർന്നു വരുന്ന സമയത്ത് അവന് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു പെണ്ണ് കെട്ടി, കുറച്ചു കാലം കഴിയുമ്പോൾ അവിടെ ഒരു വണ്ടി വാങ്ങിച്ച് അവന് വീട് കെട്ടി, പിന്നെ അവന്റെ കുട്ടികളുണ്ടായി. കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന, മഞ്ഞ സഞ്ചിയും തൂക്കി തിരിച്ചു വരുമ്പോൾ നമ്മുടെ പല നാടകങ്ങളും ഉണ്ടല്ലോ, മദ്രാസിൽ പോയി തിരിച്ചു വരുന്നത്, അവൻ സമ്പന്നനായിട്ടായിരിക്കും തിരിച്ചു വരും. ഈ നാട്ടിൽ നിന്നപ്പോ നന്നാകാത്തത് ആ നാട്ടിൽ പോയപ്പോ നന്നായത് എന്തുകൊണ്ടാണ്? അവിടെ പരേച്ഛകളുടെ, നമ്മളെക്കുറിച്ചുള്ള ഇച്ഛകളുടെ അളവ് ഇവിടത്തെ പോലെയല്ല. അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടാക്കിയെടുത്തപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കി വന്നത്. ഇവിടെ നമ്മുടെ പാരമ്പര്യത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ വഴികളുടെ ഒക്കെ അനുഭവങ്ങളുടെ സ്വാധീനം ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ മക്കൾ ഇങ്ങനെ പോകുള്ളൂ എന്ന് ഈ വീട്ടുകാരൊക്കെ കൂടെ, അയൽപക്കത്തുള്ളവരെ കൂടെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ പാരഡൈമിനെ മാറ്റിമറിച്ച വേറൊരു സാധനം ഉണ്ടല്ലോ. ഈ പഴയ കാലത്താണ് അത് ഉണ്ടായിരുന്നത്, പുതിയ കാലത്ത് ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ കാര്യം എന്തായിരുന്നു? വിദ്യാഭ്യാസം. ഒരാള് എഞ്ചിനീയറിംഗിന് പോയി, എഞ്ചിനീയർ ആവാം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവാം എന്നുള്ളത് ഒരു പൊതു കാഴ്ചയാണ്. എഞ്ചിനീയറിംഗിന് കിട്ടിയല്ലോ, ഇനി അവൻ എഞ്ചിനീയർ ആയിക്കോളും, എല്ലാവരും മാറ്റി ചിന്തിച്ചു. TTC കഴിഞ്ഞു, അതിന് അധ്യാപകനാകും, എല്ലാവരും മാറ്റി ചിന്തിച്ചു. അപ്പോ വിദ്യാഭ്യാസത്തിന് പോകുന്ന സമയത്ത് അത് ഇവരുടെയൊക്കെ ആ ഒരു ഫൗണ്ടേഷന്റെ വെളിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ ഇച്ഛകളെ റീറൈറ്റ് ചെയ്യാൻ ഈ ഒരു അതോറിറ്റിക്ക് കഴിയും. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം നേടുന്നവൻ ഈ പറയുന്ന ഇച്ഛയ്ക്കൊക്കെ അപ്പുറത്തേക്ക് പോകുന്നത്. വിദ്യാഭ്യാസം നേടി എല്ലാവർക്കും മാറ്റാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എല്ലാവരും അവിടേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. കാരണം ഈ പാരഡൈമിന്റെ, അതായത് ഈ കാഴ്ചകളുടെ, ഈ ഇച്ഛകളുടെയൊക്കെ ആകത്തുക വേറെ ഒരിടത്ത് കിടക്കുന്നുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സ്വന്തം അകത്ത് കിടക്കുന്നുണ്ട്. സ്വന്തം അകത്തുള്ള ഇച്ഛയേക്കാളും കവിഞ്ഞ് മറ്റൊരാളുടെ ഇച്ഛ അതിന്റെ മുകളിൽ പ്രവർത്തിച്ചാൽ അത് സംഭവിക്കില്ല. സ്വന്തം ഇച്ഛയാണ് ബലപ്പെടേണ്ടത്. അതിന് വ്യക്തത വേണം. തനിക്ക് എന്ത് വേണമെന്ന് വ്യക്തത വേണം, താൻ എങ്ങോട്ട് പോകണം എന്നുള്ള വ്യക്തത വേണം, തനിക്ക് എന്താണ് അതുകൊണ്ടുണ്ടാക്കുന്ന ഫലം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തത വേണം. ഈ വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങൾ എന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയക്കാതിരിക്കുക. നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ എന്നുള്ളത് ആലോചിക്കുക. നിങ്ങൾക്ക് വ്യക്തതയുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകും. ഈ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരുന്നത് പോലും നിങ്ങൾക്ക് വ്യക്തത കുറയുമ്പോഴാണ്. നിങ്ങൾക്ക് വ്യക്തത നല്ലപോലെ ഉണ്ടെങ്കിൽ അവിടെ കയറി ആരും അഭിപ്രായം പറയാൻ വരില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നും നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഫിലോസഫിയൊക്കെ പറയുന്ന കാലത്ത് ആദ്യമൊക്കെ ഇതിനൊക്കെ ഒരുപാട് പേര് എതിർക്കുമായിരുന്നു. പിന്നീട് എതിർക്കുന്നവരുടെ അളവ് കുറഞ്ഞു വന്നു. കാരണം എന്റെ കോൺഫിഡൻസ് കൂടി. ഇപ്പൊ ഞാനിത് ഏത് വേദിയിലും, ലോക അന്താരാഷ്ട്ര വേദികളിൽ കയറി സംസാരിക്കുന്ന സമയത്തും എനിക്ക് പ്രശ്നം വരാറില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ട്, അത് റിസീവ് ചെയ്യുന്നു, നല്ലപോലെ റിസീവ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് അതിനുള്ള ക്ലാരിറ്റിയാണ്. എന്റെ ഇച്ഛ ക്ലിയർ ആണെങ്കിൽ അവിടെ ഞാൻ ചെല്ലുന്നിടത്തെല്ലാം അതിന് സ്വീകാര്യതയുണ്ടാവും. എന്റെ ഇച്ഛ ക്ലിയർ അല്ലെങ്കിൽ, എന്റെ ഇന്റൻഷൻ ക്ലിയർ അല്ലെങ്കിൽ, എന്റെ വിഷൻ ക്ലിയർ അല്ലെങ്കിൽ, എന്റെ ഉറപ്പ് ക്ലിയർ അല്ലെങ്കിൽ അതവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് സ്വന്തം ഇച്ഛയെ ബലപ്പെടുത്തുക എന്നുള്ളതിന് അറിവ് വേണം.
കഴിവ് വേണം, അനുഭവം വേണം, ഇതെല്ലാം വേണം, ശരിയാണ്. പക്ഷെ നമ്മുടെ ഇച്ഛ എന്നുള്ളത്, നമ്മുടെ ഇന്റൻഷൻ എന്നുള്ളത് കൃത്യമാക്കുക. അവിടെ അവരുടെ ഇച്ഛയ്ക്ക് അധികം സ്വാധീനമുണ്ടാവില്ല. അവന്റെ ഇച്ഛയെ അഭിപ്രായം പറയാനോ സംശയിക്കാനോ ഒന്നിനു പോലുമാണ് വരികലേ. അത് വളരെ ഭംഗിയായി സംഭവിച്ചു. അപ്പൊ ഇതാണ് ഇനി മുതൽ നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ, വ്യക്തതയുണ്ടോ? ആ തീരുമാനം എടുക്കുന്നവരെ ആരോടും പറയണ്ട. നിങ്ങൾ അകത്ത് മനനം ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു പ്ലാനിങ് ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, അതിന് വ്യക്തത ഉണ്ടാക്കുക, അതിന് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ആ കാര്യം ചെയ്ത് തുടങ്ങണ്ട. നിങ്ങൾ അത് അനുഭവിക്കാനുള്ള ഒരു ഇടത്തേക്ക് പോവുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക. അതിനുശേഷം ആ കാര്യത്തിലേക്ക് കടക്കുക. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു പുസ്തകം എഴുതുന്ന കാര്യമാണെങ്കിൽ ശരി, ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ ശരി, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. അതിന് ഉറപ്പ് വന്നതിന് ശേഷം, അതിന് വ്യക്തത വന്നതിന് ശേഷം അതിനെ ഇന്റന്റ് ചെയ്യുക, നടപ്പിലാക്കുക. സംഭവിച്ചിരിക്കും. അവിടെ അവരന് അഭിപ്രായം പറയാൻ റോൾ ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ധാരയിൽ ചിന്തിക്കാനുള്ള വഴിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഇനി ചോദ്യങ്ങൾക്കായിട്ടുള്ള വഴി മുൻപിൽ ഇട്ടുകൊണ്ട് ഞാൻ ഈ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.